ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഹേമയും ജയമോഹനും സംസാരിക്കുകയാണ്. ഹേമ പറയുന്നുണ്ട്, ബലരാമൻ ഇവിടെ വന്നതോ ഇവിടെ താമസിക്കുന്നതോ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമായിട്ടില്ലെന്ന് പറയുമ്പോൾ ജയമോഹൻ ഹേമയെ ചീത്ത പറയുകയാണ്. നിന്റെ ഇഷ്ടത്തിനല്ല ഇവിടെ ഒരു കാര്യങ്ങളും നടക്കുന്നത്. നിനക്ക് പറ്റില്ലെങ്കിൽ നീ ഇവിടെ നിന്ന് പോയിക്കോ. ഇപ്പോൾ ഞങ്ങൾക്ക് ബലരാമനെ ആവശ്യമാണ്. നീയിപ്പോൾ എന്നോട് പറഞ്ഞത് പറഞ്ഞു. ഇനിയിപ്പോൾ ബലരാമനോട് മുഷിച്ചല് കാണിക്കണ്ട. വീട്ടിലേക്ക് കയറി വരുന്നവരോട് സാമാന്യ മര്യാദ കാണിക്കണമെന്ന് ജയമോഹൻ അങ്ങനെ പറയുമ്പോൾ ഹേമ പറയുന്നുണ്ട്, അതൊന്നും എന്നെ ആരും പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് ഹേമ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. പിന്നീട് മാനസയാണെങ്കിൽ ബലരാമനുള്ള റൂമെല്ലാം റെഡിയാക്കുകയാണ്. ബെഡെല്ലാം വിരിച്ച് സെറ്റാക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ബലരാമൻ വരുന്നുണ്ട്. ബലരാമൻ ആകെ ഡെസ്പായി ഇരിക്കുന്നത് കണ്ട് മാനസ ബലരാമനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ടെൻഷനാവോ, സങ്കടപ്പെടുവൊന്നും വേണ്ട ബലരാമൻ. വേണമെങ്കിൽ കുറച്ചു നേരം ഞാൻ ബലരാമൻ്റെ കൂടെ സംസാരിച്ചിരിക്കാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്കിങ്ങനെ രാത്രി സംസാരിച്ചിരിക്കുന്നത് ഇഷ്ടമാണ്. പിന്നെ വേണമെങ്കിൽ കാർഡ് കളിക്കാം, ചെസ്സ് കളിക്കാം, എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന് മാനസ അങ്ങനെ പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട. ഞാനിപ്പോൾ ഇവിടെ വന്നത് നിങ്ങൾക്ക് കൂടി ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവുമല്ലേ. ഇന്നൊരു ദിവസം നാളെ ഞാൻ ഇവിടെ നിന്ന് മാറിക്കോളാമെന്ന് ബലരാമൻ അങ്ങനെ പറയുമ്പോൾ മാനസ് പറയുന്നുണ്ട്, അയ്യേ, ബലരാമൻ ഇവിടെ താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ബലരാമൻ മറ്റൊന്നും ആലോചിക്കേണ്ട എന്ന് പറയാണ്. ബലരാമൻ ഇവിടെയുള്ളതുകൊണ്ട് അലികയുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാമല്ലോ, അത് നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ ഇത് ബലരാമൻ്റെ കൂടി വീടാണ്. ബലരാമന് പരിപൂർണ സ്വാതന്ത്ര്യമുള്ള വീട്. അങ്ങനെ വിചാരിച്ചു വേണം ബലരാമൻ ഇവിടെ കിടന്നുറങ്ങാൻ എന്ന് പറഞ്ഞ് മാനസ ഗുഡ് നൈറ്റ് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. ബലരാമനാണെങ്കിൽ എല്ലാം തൻ്റെ വഴിക്ക് തന്നെ പ്ലാനുകളെല്ലാം അനുസരിച്ച് നീങ്ങുന്നുണ്ടെന്ന് ആലോചിച്ച് അങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. പിന്നീട് ശ്രീനിവാസൻ ഫ്രിഡ്ജിൽ നിന്നും ഒരു ബോട്ടിൽ വെള്ളമെടുത്ത് കുടിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കൺമണി വരുന്നത്. പിന്നീട് അവർ രണ്ടുപേരും അങ്ങനെ ശാന്തമ്മയുടെയും ധനലക്ഷ്മിയുടെയും ഇപ്പോഴത്തെ സ്വഭാവത്തെക്കുറിച്ച് അങ്ങനെ സംസാരിക്കുകയാണ്. കൺമണിയപ്പോൾ ശ്രീനിവാസനോട് ചോദിക്കുന്നുണ്ട്, ഞാനും കൃഷ് സാറും വന്നപ്പോൾ ഇവിടെ ഉണ്ടായ ബഹളം അച്ഛൻ കേട്ടില്ലായിരുന്നു, പിന്നെന്താ പുറത്തേക്ക് വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടു. നിങ്ങൾ പറഞ്ഞത് എന്തായാലും നന്നായി. അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര കേട്ടാലും അവരൊന്നും പഠിക്കാൻ പോകുന്നില്ല എന്ന് ശ്രീനിവാസൻ അങ്ങനെ പറയാണ്. കൺമണിയപ്പോൾ പറയുന്നുണ്ട്, ഞാനൊരിക്കലും ശാന്തമായി ഒന്നും ഇങ്ങനെ മാറുമെന്ന് വിചാരിച്ചില്ല അച്ഛ എന്നൊക്കെ പറയാണ്. അങ്ങനെ ശ്രീനിവാസനും കൺമണിയും കുറേ നേരം അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് സാഗറാണെങ്കിൽ ഫോണിൽ ഒറ്റയ്ക്കിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സുജു ഉറക്കമുണർന്നു വരുന്നത്. സാഗർ, ഞാൻ നന്നായി ഉറങ്ങിപ്പോയി. കൃഷി എവിടെ പോയോ എന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട്, അവൻ പോയി, കൺമണി അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിടണ്ടേ എന്നങ്ങനെ പറയാണ്. സുജു അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്നാ പിന്നെ എന്നൊന്ന് വിളിക്കായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട്, നിനക്ക് വയ്യാത്തതല്ലേ, നീ നല്ല ഉറക്കവുമായിരുന്നു, അതുകൊണ്ടാണ് വിളിക്കാത്തതെന്ന് പറയാണ്. സുജുവിനാണെങ്കിൽ കൃഷിനെ ആലോചിച്ച് നല്ല സങ്കടമാണ്. കൃഷിനെ വിടണ്ടായിരുന്നു സാഗർ. എനിക്കാണെങ്കിൽ ഇപ്പോൾ കൃഷിനെ കുറ്റപ്പെടുത്തുന്നത് കേട്ടുകൊണ്ട് നിൽക്കാനാവുന്നില്ല. ബലരാമൻ എന്തിനാണ് അവനിങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഇങ്ങനെയാണെങ്കിൽ ബലരാമൻ എന്നെ കാണാൻ വരുന്നത് എനിക്ക് താല്പര്യമില്ല എന്നല്ല സൂചി അങ്ങനെ പറയാണ്. സാഗറപ്പ പറയുന്നുണ്ട്, കുറച്ചു കാലം മുന്നേ സത്യങ്ങളെല്ലാം അറിയുന്നതിനു മുന്നേ നീയും കൃഷിനോട് ഇതേപോലെയല്ലേ പെരുമാറിയിരുന്നത്? അത് തന്നെയാണ് ബലരാമനും ഇപ്പോൾ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ ഭാഗത്ത് വന്ന തെറ്റല്ലേ? അപ്പോൾ പിന്നെ ഇനി കാര്യങ്ങളെല്ലാം ഒന്ന് ശരിയാവുന്നത് വരെ നമ്മൾ സഹിച്ചേ പറ്റൂ. ബലരാമൻ മാനസയുടെയും ജയമോഹൻ്റെയും കൂടെ കൂടിയിരിക്കുകയാണ്. അവർ നമ്മുടെ ശത്രുക്കളാണ്. അതുകൊണ്ട് അതിനെ ചൊല്ലി നമുക്ക് ബലരാമനോട് വഴക്കുണ്ടാക്കാം. പക്ഷേ ഇങ്ങോട്ടേക്ക് വരുന്നതിലും നമ്മളെ സ്നേഹിക്കുന്നതിലൊന്നും അവന് നമ്മൾക്ക് തടുക്കാനാവില്ല. അതുകൊണ്ട് നമുക്ക് കൃഷിനെയോ ബലരാമനെയോ ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കാനാവില്ല. നമ്മുടെ മക്കളാണ് അവർ. എല്ലാം കുറച്ചു കാലത്തേക്ക് നമുക്ക് സഹിച്ചിരിക്കാം. കൃഷിൻ്റെ പ്ലാനുകളെല്ലാം ഒന്ന് ശരിയാവട്ടെ, അവനൊന്ന് നല്ല നിലയിലെത്തട്ടെ എന്നൊക്കെ സാഗർ അങ്ങനെ സുജുവിനോട് പറയാണ്. സുജു അപ്പോൾ ടെൻഷനോടെ സാഗറിനോട് പറയുന്നുണ്ട്, സാഗർ, കൃഷി ഇതുവരെ വിളിച്ചില്ലല്ലോ. അവൻ കൺമണിയെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് ദേവ്ജിയുടെ വീട്ടിലെത്തിയിട്ടുണ്ടാവോ? അവൻ വിളിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. സാഗർ അപ്പോൾ പറയുന്നുണ്ട്, അവൻ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സുജു, നീയൊന്ന് സമാധാനിക്കേ, അവൻ എന്തായാലും എന്നെ വിളിച്ചിട്ടേ കിടക്കൂ. അപ്പോൾ നീ എന്തായാലും ഇവിടെ നിൽക്ക്, നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, ഞാൻ നിനക്ക് പോയി ഫുഡ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് സാഗർ അങ്ങനെ കിച്ചണിലേക്ക് പോവുകയാണ്.
പിറ്റേ ദിവസം രാവിലെ ബലരാമൻ നല്ല ഉറക്കത്തിലാണ്. മാനസ ബലരാമനുള്ള ചായയുമായി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ബലരാമനെ 2 പ്രാവശ്യം വിളിക്കുന്നുണ്ടെങ്കിലും ബലരാമൻ എഴുന്നേൽക്കുന്നില്ല. മാനസ അപ്പോൾ ആ ചായ ടേബിളിൽ വെച്ച് അടുത്തുള്ള ചെയറിൽ നോക്കി ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ബലരാമൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. മാനസ വന്നിട്ട് കുറേ നേരമായോ എന്ന് ബലരാമൻ എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുകയാണ്. മാനസ ഇപ്പോൾ പറയുന്നുണ്ടേ ഇല്ല, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് പറയുകയാണ്. ബലരാമനപ്പോൾ പറയുന്നുണ്ട്, ഇന്നലെ ഞാൻ നന്നായി ഉറങ്ങി മാനസ, നല്ല ഡീപ്പായി തന്നെ ഉറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ മാനസ പറയുന്നുണ്ട്, അങ്ങനെയാണോ? ചിലർക്ക് വീട് മാറി കിടന്നാൽ ഉറക്കൊന്നും വരില്ലല്ലോ, ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. രാത്രി 2-3 പ്രാവശ്യം ഞാൻ വന്നു നോക്കുകയും ചെയ്തിരുന്നു എന്ന് മാനസ അങ്ങനെ പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട്, നമുക്ക് അടുപ്പമുള്ളവരുടെ വീട്ടിൽ കിടന്നാൽ ഇതുപോലെ നല്ല ഡീപ്പായി തന്നെ ഉറങ്ങാൻ കഴിയും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്ത് മാത്രമാണ് എനിക്കിങ്ങനെ ഉറങ്ങാൻ കഴിയൂ എന്നെല്ലാം മാനസിയെ വരുതിയിലാക്കാൻ വേണ്ടി ബലരാമൻ അങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ കൂടുതൽ നേരം ബലരാമൻ അങ്ങനെ മാനസിയെ കൂടുതൽ അടുപ്പിക്കാനായി സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് മാനസിയുടെ ഫോണിലേക്ക് രാഹുൽ വിളിക്കുന്നത്. മാനസിയാണെങ്കിൽ ബലരാമന്റെ മുന്നിൽ നിന്നും കോൾ അറ്റൻഡ് ചെയ്യാൻ മടിച്ച് ആ കോള് കട്ട് ചെയ്ത് വിടുകയാണ്. രാഹുലാണെങ്കിൽ ഇതെന്തു പറ്റി മാനസിക്കെന്നോർത്ത് വീണ്ടും വിളിക്കുന്നുണ്ട്. മാനസിയാണെങ്കിൽ ബലരാമന് മുന്നിൽ നിന്നും ഫോൺ എടുക്കാൻ മടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ബലരാമനപ്പോൾ ഫോൺ എടുക്കുക പറയുന്നുണ്ട്. മാനസപ്പോൾ പറയുന്നുണ്ട്, വേണ്ട, അത് ആവശ്യമില്ലാത്ത കോളാണ്, നമ്മൾ ഒരു വട്ടം ആ കോൾ അവോയ്ഡ് ചെയ്ത് വിട്ടാൽ അവർക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ, നമുക്കിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന്. എന്തായാലും അത് വിട്ടേക്ക്. ബലരാമൻ എന്തായാലും വേഗം ഫ്രഷായി റെഡിയായി താഴേക്ക് വായോ, നമുക്ക് ഒരുമിച്ച് ഓഫീസിലേക്ക് പോവാമെന്ന് പറഞ്ഞ് മാനസ വേഗം ബലരാമനിൽ നിന്ന് എസ്കേപ്പായി പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് കൺമണിയാണെങ്കിൽ സാഗറിൻ്റെ വീട്ടിലേക്ക് രാവിലെ തന്നെ വന്നിരിക്കുകയാണ്. കൺമണിയും കൃപയും കിച്ചണിലാണ്. കൺമണി പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൃപ റെഡിയായോ കൺമണി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പായസം ഉണ്ടാക്കാനുള്ള എല്ലാ ചേരുവകളും സുജു കൊണ്ടുവന്ന് കൺമണിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സാഗറും വരുന്നുണ്ട്. ഇന്നെന്താ സ്പെഷ്യലായി പായസമൊക്കെ ഉണ്ടാക്കുന്നതെന്ന് സാഗർ അങ്ങനെ ചോദിക്കുമ്പോൾ കൃപ പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് അച്ഛൻ ഓർമ്മയില്ലേ, അമ്മ എല്ലാ ദിവസവും സ്പെഷ്യലായി ആഘോഷിക്കുന്ന ദിവസം ഏട്ടൻ്റെ ചോറൂണ് നടന്ന ദിവസമാണിന്ന്. എല്ലാ വർഷവും അമ്മ അന്ന് ആഘോഷിക്കാറുണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന് പായസം വെക്കുകയാണെന്ന് കൃപ അങ്ങനെ പറയുന്നുണ്ട്. മണിയപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും അമ്മ പേടിക്കണ്ട, ഈ പായസം ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കൃഷി സാറിന് കൊണ്ടുപോയി കൊടുത്തോളാം എന്നങ്ങനെ പറയുകയാണ്. എന്താണ് നല്ല വാസനയുണ്ടല്ലോ ഈ പായസത്തിന്, എന്താണ് കൺമണി നീ ഇതിൽ ചേർക്കുന്നതെന്നൊക്കെ സുജുവും സാഗറൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. കൺമണിയപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഈ പായസത്തിൽ സ്പെഷ്യലായി ചേർക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ കണ്ടൻസഡ് മിൽക്കാണ്, ഇത് ചേർത്താൽ പായസത്തിന് നല്ല സ്വാദായിരിക്കുമെന്നൊക്കെ കൺമണി അങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പായസം റെഡിയാക്കി കൺമണി എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാനായി കൊടുക്കുകയാണ്. എല്ലാവരും അത് ടേസ്റ്റ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് കൺമണി എന്നൊക്കെ കൺമണിയെ അപ്രിഷ്യേറ്റ് ചെയ്യാണ്. പിന്നീട് സാഗറും കൃഷും കൺമണിയും കൂടി സംസാരിക്കുകയാണ്. സാഗർ കൃഷിനോടും കൺമണിയോടൊക്കെ പറയുന്നുണ്ട്, നമുക്കിടയിൽ എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ ആ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ച് നമ്മളെല്ലാവരും ഒന്നിക്കുന്ന ദിവസമാണ് ഓണം. അന്നത്തെ ദിവസം സന്തോഷമല്ലാതെ മറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല. ഓണം ആഘോഷിക്കാൻ നിങ്ങൾ റെഡിയാണോ എന്ന് സാഗർ അങ്ങനെ ചോദിക്കുമ്പോൾ കൺമണിയും കൃഷും പറയുന്നുണ്ട്, പിന്നല്ലാതെ ഞങ്ങൾ റെഡിയാണ് എന്ന് പറയാണ്. അങ്ങനെ ഓണാഘോഷ പരിപാടികൾ തുടങ്ങുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.